നമസ്കാരം. നമ്മളിന്ന് പുരാതന ഈജിപ്തുകാരുടെ സാഹിത്യത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വാലീസ് ബഡ്ജിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമാണിത്. അവ ശവകുടീരങ്ങളിലും പാപ്പിറസ് ചുരുളുകളിലുമൊക്കെ കോറിയിട്ട വാക്കുകളുണ്ടല്ലോ, അതൊന്നും വെറും കഥകളോ ചരിത്രമോ ആയിരുന്നില്ല. മറിച്ച് അവരുടെ ലോകത്തേക്കും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലേക്കും, എന്തിന് മരണത്തിനപ്പുറമുള്ള യാത്രയെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളിലേക്കും തുറക്കുന്ന ഒരു താക്കോലായിരുന്നു അത്. ഈജിപ്തുകാരുടെ ചിന്തയുടെയെല്ലാം കാതൽ എന്തായിരുന്നു എന്നറിയാമോ? ബഡ്ജറ്റ് അത് വളരെ ലളിതമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യനും തന്റെ ആത്മാവിന്റെ രക്ഷയെയും ഭൗതിക ശരീരത്തിന്റെ സംരക്ഷണത്തെയും അപേക്ഷിച്ച് ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് ഇത്രയധികം വിലകുറിച്ച് കൽപ്പിച്ചിട്ടില്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. അവരുടെ എല്ലാ സാഹിത്യരചനകളുടെയും പിന്നിലെ പ്രധാന പ്രേരണ മരണാനന്തര ജീവിതത്തോടുള്ള ഈ അടങ്ങാത്ത ഒരു അഭിനിവേശം തന്നെയായിരുന്നു. പുരാതന ഈജിപ്തിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവരുടെ എഴുത്തിനെ വെറും അക്ഷരങ്ങളായി കണ്ടാൽ പോരാ. അവർക്ക് അതൊരു ദൈവികവും മാന്ത്രികവുമായ ശക്തിയായിരുന്നു. വാക്കുകൾക്ക് യാഥാർത്ഥ്യത്തെ വരെ സ്വാധീനിക്കാൻ കഴിയുമെന്നും ആത്മാവിനെ സംരക്ഷിക്കാനും ദൈവങ്ങളുമായി സംസാരിക്കാനും കഴിയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്. ജ്ഞാനത്തിന്റെ ദേവനായ തോത്തിന്റെ ദൈവിക വചനം, എല്ലാ എഴുത്തിന്റെയും ഉറവിടം. അപ്പോ ഈ തോത്തെന്ന് പറയുന്നത് വെറുമൊരു ദേവനല്ല കേട്ടോ. ഐബിസ് പക്ഷിയുടെ തലയുള്ള ഈ ദേവനായിരുന്നു ജ്ഞാനത്തിന്റെ എല്ലാം ഉറവിടം. എഴുത്ത്, ശാസ്ത്രം, സംഖ്യകൾ ഇതിന്റെയെല്ലാം ഉപജ്ഞാതാവ് അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെയും രചയിതാവായും മരിച്ചവരുടെ അന്തിമ വിധികർത്താവായും തോത്തിനെ അവർ കണ്ടു. അതായത് എഴുത്തും അറിവുമെല്ലാം ദൈവങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു വരദാനമായാണ് അവർ കണക്കാക്കിയിരുന്നത്. ശരി, ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. മരണാനന്തര ജീവിതത്തിൽ എങ്ങനെ പ്രാവീണ്യം നേടാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനെ നമുക്ക് ശരിക്കും മരണാനന്തര ലോകത്തിലെ അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ട്രാവൽ ഗൈഡായിട്ട് തന്നെ കാണാം. ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളെയാണ് താരതമ്യം ചെയ്യുന്നത്: പിരമിഡ് ഗ്രന്ഥങ്ങളും മരണപ്പെട്ടവരുടെ പുസ്തകവും. പിരമിഡ് ഗ്രന്ഥങ്ങൾ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മതപരമായ സാഹിത്യമാണ്. അത് പ്രധാനമായും രാജാക്കന്മാർക്കു വേണ്ടി പിരമിഡിന്റെ ഉള്ളിൽ കൊത്തിവെച്ചതായിരുന്നു. എന്നാൽ മരണപ്പെട്ടവരുടെ പുസ്തകം കുറച്ചുകൂടി കഴിഞ്ഞു വന്നതും സാധാരണക്കാർക്കിടയിൽ പോലും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതുമാണ്. പാപ്പിറസ് ചുരുളുകളിൽ എഴുതിയ ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം ഏതൊരാൾക്കും അമർത്യത നേടാനുള്ള മന്ത്രങ്ങളും അറിവുകളും നൽകുക എന്നതായിരുന്നു. അപ്പോ ഈ മരണപ്പെട്ടവരുടെ പുസ്തകത്തിൽ നിന്ന് എങ്ങനെയുള്ള ശക്തികളാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. ഒരു സ്വർണ്ണപ്പരുന്തായി മാറാം. താമരയോ മീവൽ പക്ഷിയോ സർപ്പമോ ഒക്കെയായി രൂപാന്തരപ്പെടാം. ആത്മാവിനെ പിടിക്കുന്നവരുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാം. ശത്രുക്കളെ തോൽപ്പിക്കാം. ഭയാനകമായ രണ്ടാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊന്നും അവർക്ക് വെറും ഭാവനയല്ലായിരുന്നു. മരണത്തിനപ്പുറം ജീവൻ നിലനിർത്താനുള്ള ടൂൾസായിരുന്നു ഇതെല്ലാം. അപ്പോ മരണാനന്തര ജീവിതം മാത്രമല്ല, അവർക്ക് ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഈജിപ്തുകാർ ധാർമ്മികതയ്ക്കും സാമൂഹിക ക്രമത്തിനും എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് കാണിക്കുന്ന രചനകളാണ് നമ്മളിനി നോക്കുന്നത്. ഏകദേശം 3500 BC-യിൽ എഴുതിയ പ്താ ഹൊത്തെപ്പിന്റെ തത്വങ്ങൾ എന്ന പുസ്തകത്തിലെ ഈ ഒരു വാക്യം കേട്ടുനോക്കൂ. വാർദ്ധക്യം ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ ദുരിതങ്ങളിലും വെച്ച് ഏറ്റവും മോശമായതാണ്. മൂക്കടങ്ങി പോകുന്നു, ഒരാൾക്ക് ഒന്നും മണയ്ക്കാൻ കഴിയില്ല. എത്ര സത്യമാണല്ലേ! നമുക്കിന്നും ഇത് വായിക്കുമ്പോൾ അതേ ഫീൽ കിട്ടും. ഇതിൽ നിന്നാണ് അവരുടെ എഴുത്ത് എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ശരിക്കും എന്തായിരുന്നു അവരുടെ ഒരു ജീവിതരീതി? അവരുടെ ധാർമ്മിക നിയമങ്ങളുടെ ഒരു സംഗ്രഹം നോക്കിയാൽ 4 പ്രധാന കാര്യങ്ങളാണുള്ളത്. 1. ദൈവത്തെ ഭയപ്പെടുക, രാജാവിനെ ബഹുമാനിക്കുക. 2. നിങ്ങളുടെ കടമ കാര്യക്ഷമമായും ധാർമ്മികമായും ചെയ്യുക. 3. ഓരോ വ്യക്തിയോടും അവരുടെ സ്ഥാനത്തിനനുസരിച്ചുള്ള ബഹുമാനം നൽകുക. അവസാനം നല്ല കുടുംബജീവിതം നയിക്കുകയും ഒരു നല്ല അയൽക്കാരനായിരിക്കുകയും ചെയ്യുക. വളരെ സിമ്പിളും പ്രാക്ടിക്കലുമായ കാര്യങ്ങളല്ലേ? ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവരുടെ എഴുത്തെല്ലാം ദൈവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മാത്രമായിരുന്നോ എന്ന്. ഒരിക്കലുമല്ല. നമുക്കവരുടെ ആ വിശാലമായ സാഹിത്യലോകത്തേക്കൊന്ന് പോയി നോക്കാം. അത് കാണുമ്പോൾ അവരുടെ എഴുത്തിന്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് കിട്ടും. അവർ ചരിത്രപരമായ വീരകഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജോപ്പ എന്നൊരു നഗരം പിടിച്ചെടുത്തതിന്റെ ഗംഭീരമായ കഥയൊക്കെ. ഇനി മറുവശത്തു നോക്കിയാലോ, സോളമന്റെ ഗീതങ്ങൾ പോലെയുള്ള ഹൃദയത്തിൽ തൊടുന്ന പ്രണയഗാനങ്ങളും അവരെഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കഥയും കവിതയുമല്ല, വളരെ പ്രായോഗികമായ കാര്യങ്ങളുമുണ്ടായിരുന്നു.
അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള മരുന്നുകളെക്കുറിച്ചുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ മെഡിക്കൽ പാപ്പിറസുകൾ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങളും കോർട്ട് റെക്കോർഡ്സ് വരെ അവർ സൂക്ഷിച്ചിരുന്നു. ശവകുടീരം കൊള്ളയടിച്ച കള്ളന്മാരെ വിചാരണ ചെയ്തതിന്റെ രേഖകൾ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെയെല്ലാം കൂടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുള്ള മാന്ത്രിക മന്ത്രങ്ങളും അവരുടെ എഴുത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അവരുടെ എഴുത്ത് തൊട്ടിരുന്നു. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാഞ്ഞു പോകാതെ നിൽക്കുന്ന ഈ എഴുത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 4000 വർഷം ഒന്നോർത്തു നോക്കൂ. പുരാതന ഈജിപ്തിലെ സാഹിത്യം എന്ന് പറയുന്നത് ഏകദേശം 4000 വർഷം നീണ്ടുനിന്ന ഒരു കാലഘട്ടത്തിന്റെ ഫലമാണ്. അവിശ്വസനീയം തന്നെ. ഈ ടൈം ലൈൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു വ്യാപ്തി മനസ്സിലാവും. നോക്കൂ, BC 3300-ല് പിരമിഡ് ഗ്രന്ഥങ്ങളിൽ തുടങ്ങി, പിന്നെ മെഡിക്കൽ ടെക്സ്റ്റുകൾ വന്നു, മരണപ്പെട്ടവരുടെ പുസ്തകം പോപ്പുലറായി, ഒടുവിൽ BC 250-ല് മനേഥോ എന്നൊരാൾ ഈജിപ്തിന്റെ ഒരു ഔദ്യോഗിക ചരിത്രം തന്നെ എഴുതാൻ ശ്രമിച്ചു. എന്തൊരു വലിയൊരു ക്യാൻവാസാണല്ലേ. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. ഈജിപ്തുകാർ എഴുതിയതെന്തിനായിരുന്നു? അവർക്ക് അനശ്വരമായ ജീവിതം നേടണമായിരുന്നു. 4000 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മൾ അവരുടെ വാക്കുകൾ വായിക്കുമ്പോൾ ആ ലക്ഷ്യം നേടാൻ നമ്മൾ അവരെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?